ആകാശത്ത് ഒരു കറുത്ത മേഘം പോലുമില്ലാതെ താഴ്വരകളിൽ ഒരു തുള്ളി മഴ പോലും പെയ്യാതിരുന്നൊരു ദിവസത്തിന്റെ തുടക്കത്തിലാണ് നേപ്പാളിലെ റസുവ ജില്ലയെ നടുക്കിയ ആ മഹാദുരന്തം സംഭവിക്കുന്നത്. മഴയുടെ യാതൊരു ലക്ഷണവും ഇല്ലാതിരുന്നിട്ടും ഭൊട്ടഗോക്ഷി, തൃശ്ശൂലി നദികൾ പെട്ടെന്ന് കരകവിഞ്ഞൊഴുകുകയും ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ പ്രധാന വ്യാപാര പാതകളും പാലങ്ങളും 10ഓളം കൂറ്റൻ ജലവൈദ്യുതി പദ്ധതികളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. മഴ പെയ്യാത്തൊരു നാട്ടിൽ എവിടെ നിന്നാണ് ഈ കൂറ്റൻ മലവെള്ളപ്പാച്ചിൽ എത്തിയത് എന്ന ചോദ്യത്തിന് ശാസ്ത്രലോകം നൽകുന്ന ഉത്തരം ഗ്ലോഫ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ് അഥവാ ഹിമതടാക വിസ്ഫോടനം എന്നാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഉയർന്ന ഹിമാലയൻ മലനിരകളിലെ ഹിമാനികൾ ഉരുകുമ്പോൾ ഒലിച്ചുവരുന്ന മണ്ണും പാറക്കല്ലുകളും അടിഞ്ഞുകൂടി സ്വാഭാവിക തടയണകൾ രൂപപ്പെടാറുണ്ട്. മഞ്ഞുരുകിയ വെള്ളം ഈ സ്വാഭാവിക അതിരുകൾക്കുള്ളിൽ കെട്ടിക്കിടന്നാണ് ഹിമതടാകങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ കോൺക്രീറ്റ് അണക്കെട്ടുകൾ പോലെ ഉറപ്പുള്ളതല്ലാത്ത ഈ മണ്ണും കല്ലും നിറഞ്ഞ ഭിത്തികൾക്ക് ആഗോളതാപനം മൂലം ജലനിരപ്പ് ഉയരുമ്പോഴോ ഒരു ഭൂചലനമോ വലിയ ഹിമപാതമോ ഉണ്ടാകുമ്പോഴോ സംഭവിക്കുന്ന സമ്മർദ്ദം താങ്ങാനാകില്ല. അങ്ങനെ ആ അതിരുകൾ പെട്ടെന്ന് തകരുമ്പോൾ ലക്ഷക്കണക്കിന് ഘനമീറ്റർ വെള്ളവും പാറയും ചെളിയും അതിവേഗത്തിൽ താഴ്വരകളിലേക്ക് കുതിച്ചെത്തുന്ന പ്രതിഭാസമാണ് ഗ്ലോഫ്. ഇതാണ് നേപ്പാളിൽ സംഭവിച്ചത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ആകാശത്ത് മഴമേഘങ്ങളില്ലാത്തതിനാൽ താഴെയുള്ള മനുഷ്യർക്ക് യാതൊരു മുന്നറിയിപ്പും ലഭിക്കില്ലെന്നതാണ് ഗ്ലോഫ് ദുരന്തങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. റസുവയിലുണ്ടായ ദുരന്തത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി ശാസ്ത്രലോകം പറയുന്നത് റസുവയിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 5100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലെൻഡെ നദിയിലേക്ക് കൂറ്റൻ മഞ്ഞുമല ഇടിഞ്ഞു വീണ സംഭവമാണ്. ഈ ഹിമപാതത്തിൽ നദീതടം പൂർണ്ണമായി അടഞ്ഞു പോവുകയും തുടർന്ന് അവിടെ രൂപപ്പെട്ട കൂറ്റൻ ജലസംഭരണി സമ്മർദ്ദം താങ്ങാനാകാതെ പെട്ടെന്ന് തകർന്ന് താഴേക്ക് കുതിച്ചൊഴുകുകയുമായിരുന്നു. ഇതിനു പുറമെ ദുരന്തത്തിന് തൊട്ടു മുൻപ് അതിർത്തി മേഖലയിലുണ്ടായ റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഈ മഞ്ഞുമല ഇടിഞ്ഞു വീഴുന്നതിനും തടയണ തകരുന്നതിനും കാരണമായിട്ടുണ്ടാകാമെന്ന് നേരത്തെ US ജിയോളജിക്കൽ സർവേയും നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരുന്നു. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ദുരന്തത്തിന് കാരണം കനത്ത മഴയോ ഭൂകമ്പമോ അല്ലെന്നും മറിച്ച് മഞ്ഞുമല ഇടിഞ്ഞു വീണതാകാമെന്നും നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രാഥമികമായി അതിതീവ്ര മഴയോ ഭൂകമ്പമോ ആകാം വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് കരുതപ്പെട്ടിരുന്നതെങ്കിലും ഉപഗ്രഹ ചിത്രങ്ങളും വിദഗ്ധ പഠനങ്ങളും പരിശോധിച്ച ശേഷമാണ് മഞ്ഞുമലയിലെ തകർച്ചയാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന് വ്യക്തമായത്. ഉയർന്ന ഹിമാലയൻ പ്രദേശത്ത് സംഭവിച്ച ഈ ഹിമാനിപാതം ഒരു തടാകത്തിന്റെ അണക്കെട്ട് പൊട്ടുന്നതിനെ വൻതോതിൽ വെള്ളവും ചെളിയും കുത്തിയൊലിച്ചു വരുന്നതിനോ ഇടയാക്കി തുടർന്നുണ്ടായ പ്രളയത്തിൽ താഴ്വരയിലെ ജനവാസ മേഖലകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ടി വരികയും ചെയ്തു. ഈ അപ്രതീക്ഷിത മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 160 കടക്കുകയും 700-ലധികം ആളുകളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. കാണാതായവരിൽ നേപ്പാൾ സ്വദേശികൾക്ക് പുറമെ ഇന്ത്യക്കാരും അമേരിക്കക്കാരും ബ്രിട്ടീഷ് പൗരന്മാരും ഉൾപ്പെടെ നിരവധി വിദേശികളുമുണ്ട്. തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമായി നേപ്പാൾ സർക്കാർ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ തുറന്നിട്ടുമുണ്ട്. ടിബറ്റൻ മേഖലയിൽ നിന്ന് തുടങ്ങിയ ഈ ദുരന്തം ഭൊട്ടഗോക്ഷി, തൃശ്ശൂലി നദികൾ വഴി ബീഹാറിലെ ഗണ്ഡക് നദിയിലേക്ക് എത്തുന്നതിനാൽ ബീഹാറിലും വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും വാൽമീകി നഗർ ബാരേജിന്റെ ഷട്ടറുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഹിമാലയൻ മേഖലകളെ എത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതിന്റെ ഭയാനകമായ തെളിവാണ് തെളിഞ്ഞ ആകാശത്തിന് താഴെ പെയ്തിറങ്ങിയ ഈ ദുരന്തമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.